വെൽക്കം ടു RB മെറിറ്റ് യൂട്യൂബ് ചാനൽ. 6th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്ററായ മധ്യകാല ഇന്ത്യ അധികാര കേന്ദ്രങ്ങൾ, മിഡീവൽ ഇന്ത്യ ദി സെൻറ്റേഴ്സ് ഓഫ് പവർ എന്ന ചാപ്റ്ററിലെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് സബ് ഹെഡിങ് ഡൽഹി മുഗൾ ഭരണത്തിൽ, ഡൽഹി അണ്ടർ ദി മുഗൾ റൂൾ. സ്ക്രീനിൽ പാനിപ്പത്ത് യുദ്ധരംഗങ്ങളെ ചിത്രീകരിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് സൽത്തനത്ത് പീരീഡിനെ കുറിച്ചായിരുന്നു. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഡൽഹി മുഗൾ ഭരണത്തെക്കുറിച്ചാണ് ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ 1526 ഏപ്രിൽ 26 ഡൽഹിക്കടുത്തുള്ള പാനിപ്പത്തിൽ കാബൂളിലെ ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ ഭരണാധികാരി ബാബറുടെയും സൽത്തനത്ത് ഭരണാധികാരി ഇബ്രാഹിം ലോധിയുടെയും സൈന്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി. ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തി ബാബർ ഡൽഹി പിടിച്ചെടുത്തു. ബീരങ്കിയും വെടിമരുന്നും ഉപയോഗിച്ചതിനാൽ ബാബറുടെ സൈന്യത്തിന് ഇബ്രാഹിം ലോധിയുടെ സൈന്യത്തെ എളുപ്പത്തിൽ പരാജയപ്പെടുത്താനായിരുന്നു. ഡൽഹി പിടിച്ചെടുക്കാൻ വേണ്ടി ആദ്യമായിട്ട് യുദ്ധം നടത്തിയ രണ്ട് ഭരണാധികാരികളാണ് ബാബറും അതുപോലെ തന്നെ ഇബ്രാഹിം ലോധിയും. ഈ യുദ്ധത്തിനെയാണ് പാനിപ്പത്ത് യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഉയർന്ന സ്റ്റാൻഡേർഡുകളിൽ നമുക്ക് കൂടുതലായിട്ട് പാനിപ്പത്ത് യുദ്ധത്തെക്കുറിച്ചൊക്കെ പഠിക്കാം. പാനിപ്പത്ത് യുദ്ധത്തിൽ ഇബ്രാഹിം ലോധിയെ ബാബർ പരാജയപ്പെടുത്തുകയാണ് ചെയ്തത്. അതിന് കാരണമുണ്ട്. ബാബറിന് ഒത്തിരി സൈന്യബലവും അതുപോലെ സൈനിക ഉപകരണങ്ങളും ഉണ്ടായതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ബീരങ്കിയും വെടിമരുന്നൊക്കെ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്താൻ കഴിയുകയും ചെയ്തു. അങ്ങനെ സൽത്തനത്ത് ഭരണം അവസാനിപ്പിച്ച് ഡൽഹി കേന്ദ്രമായി ബാബർ തുടക്കം കുറിച്ച ഭരണമുണ്ടായിരുന്നു. ഈ ഭരണത്തിനെയാണ് മുഗൾ ഭരണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഡൽഹി അണ്ടർ ദി മുഗൾ റൂൾ 26th April 1526. The armies of Sultan's ruler Ibrahim Lodi and Babur, the ruler of Kabul in present Afghanistan, fought at Panipat near Delhi. Since the army of Babur made use of cannon and gunpowder, they could easily defeat the army of Ibrahim Lodi. Babur entered the Sultan's reign and established a new rule known as the Mughal rule with Delhi as the capital. ഈ ഒരു പാരഗ്രാഫിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പാനിപ്പത്ത് യുദ്ധത്തിൽ ഏതൊക്കെ ഭരണാധികാരികൾ തമ്മിലാണ് യുദ്ധത്തിൽ ഏർപ്പെട്ടത്? അതുപോലെ തന്നെ ഈ യുദ്ധത്തിൽ ആരാണ് വിജയിച്ചത്? 2 ക്വസ്റ്റ്യൻസാണ്. അതിൻ്റെ ആൻസർ നോക്കാം. പാനിപ്പത്ത് യുദ്ധത്തിൽ ബാബറും ഇബ്രാഹിം ലോധിയുമാണ് ഏറ്റുമുട്ടിയത്. ഈ യുദ്ധത്തിൽ ബാബർ വിജയിച്ചു, ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തി എന്നതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ദി ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് വാസ് ഫോട്ട് ബിറ്റ്വീൻ വിച്ച് റൂളർ? ഹു വോൺ ദിസ് ബാറ്റിൽ? ബാബർ ആൻഡ് ഇബ്രാഹിം ലോധി. ബാബർ വോൺ ദി വാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യന് പരിചയപ്പെടാം. ബാബർ ഇബ്രാഹിം ലോധിയെ എളുപ്പത്തിൽ പരാജയപ്പെടുത്തിയത് എങ്ങനെ? ബീരങ്കിയും വെടിമരുന്നും ഉപയോഗിച്ചതിനാൽ എളുപ്പത്തിൽ പരാജയപ്പെടുത്താൻ സാധിച്ചു. ഹൗ ഡിഡ് ബാബർ ഈസിലി ഡിഫീറ്റ് ഇബ്രാഹിം ലോധി? ആൻസർ ഈസ് ഇറ്റ് വാസ് ഈസിലി ഡിഫീറ്റഡ് ബിക്കോസ് ഓഫ് ദി യൂസ് ഓഫ് കാനോൺ ആൻഡ് ഗൺ പൗഡർ. നെക്സ്റ്റ്, സൽത്തനത്ത് ഭരണം അവസാനിപ്പിച്ച് ഡൽഹി കേന്ദ്രമായി ബാബർ തുടക്കം കുറിച്ച ഭരണം ഡാഷ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ബാബർ എൻറ്റേർഡ് ദി സൽത്തൻസ് റെയിൻ ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് എ ന്യൂ റൂൾ നോൺ ആസ് ദി ഡാഷ്. ആൻസർ ഈസ് മുഗൾ ഭരണം. മുഗൾ റൂൾ എന്നുള്ളത് അവിടെ എഴുതി വെക്കേണ്ട പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ഇതിനെ ഏത് പേരിലും ചോദിക്കാം എക്സാമിന്. ചിലപ്പോൾ ചോദിക്കും മുഗൾ ഭരണം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏത് കാലഘട്ടത്തിനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഇതേ ആൻസർ തന്നെയാണ് നമ്മൾ എഴുതേണ്ടത്. അടുത്തതായിട്ട് തന്നിരിക്കുന്ന ഫ്ലോ ചാർട്ട് ഒബ്സർവ് ചെയ്യുക. താഴെ തന്നിരിക്കുന്ന ഫ്ലോ ചാർട്ടിൻ്റെ സഹായത്തോടെ പ്രധാന മുഗൾ ഭരണാധികാരികളെ പരിചയപ്പെടാം. മുഗൾ ഭരണാധികാരികളുടെ പേരുകളാണ് ആദ്യമായിട്ട് ഞാൻ റീഡ് ചെയ്യുന്നത്. ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്. ഇനി ഇവരൊക്കെ ഭരണം നടത്തിയ വർഷം ഏതൊക്കെയാണ്, അവരുടെ ഭരണം അവസാനിച്ചത് ഏത് വർഷത്തിലാണ് എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റായിട്ട് ബാബറിൻ്റെ ഭരണ വർഷം ഒന്ന് ഡിസ്കസ് ചെയ്യാം. 1526 മുതൽ 1530 വരെയാണ് അദ്ദേഹം ഭരണം നടത്തിയിരുന്നത്.
ഹുമയൂൺ ആവട്ടെ 2 ഭരണ വർഷങ്ങളായിട്ട് കാണപ്പെടുന്നുണ്ട്. ഒന്നാമതായിട്ട് 1530 1540 ഇടയിലായിരുന്നു അദ്ദേഹം ഭരിച്ചിരുന്നത്. എന്നാൽ സെക്കൻഡ് 1555 മുതൽ 1556 വരെയുമായിരുന്നു. ഇതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് പറയാം. അടുത്ത് മൂന്നാമതായിട്ട് അക്ബർ 1556 മുതൽ 1605 വരെയായിരുന്നു. ജഹാംഗീർ 1605 മുതൽ 1627 വരെയാണ്. ഷാജഹാൻ 1627 മുതൽ 1658. ഔറംഗസീബ് 1658 മുതൽ 1707 വരെയാണ് മുഗൾ ഭരണാധികാരികൾ ഭരണം നടത്തിയിരുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ ഒരു ബ്ലൂ കോളത്തിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ജസ്റ്റ് ഒന്ന് അധിക നോളജിനും വേണ്ടി നിങ്ങൾക്ക് പഠിച്ചെടുക്കാം. ഷേർഷാ സൂരി CE 1540 മുതൽ CE 1545 വരെയുള്ള കാലത്ത് ഡൽഹി കേന്ദ്രമായി ഭരിച്ചത് സൂർ വംശത്തിലെ ഷേർഷാ സൂരി ആയിരുന്നു. മുഗൾ ഭരണാധികാരി ഹുമയൂണിനെ പരാജയപ്പെടുത്തിയാണ് അദ്ദേഹം അധികാരത്തിലെത്തിയത്. ഷേർഷയുടെ പിൻഗാമികൾ ദുർബലരായിരുന്നു. ഈ അവസരം ഉപയോഗപ്പെടുത്തി CE 1555 വീണ്ടും ഹുമയൂൺ ഡൽഹിയുടെ അധികാരം തിരിച്ചുപിടിച്ചു. അതാണ് അവിടെ ഹുമയൂണിൻ്റെ ഫ്ലോ ചാർട്ട് നോക്കുന്ന സമയം നമുക്ക് 2 ഭരണ വർഷങ്ങളായിട്ട് കാണുവാൻ സാധിക്കുന്നത്. ആദ്യത്തെ വർഷം 1530 എന്നും 1540 വരെ അല്ലേ. പിന്നീട് 1555 മുതൽ 1556 വരെയാണ് ഹുമയൂൺ ഭരണം നടത്തിയത്. ഷേർഷാ സൂരി ഡൽഹി വാസ് റൂൾഡ് ബൈ ഷേർഷാ സൂരി ഓഫ് ദി സുർ ഡൈനാസ്റ്റി ഫ്രം CE 1540 to CE 1545. He rose to power by defeating the Mughal ruler Humayun. His successors were weak, hence Humayun could recapture Delhi in CE 1555. അങ്ങനെ ബാബർ മുഗൾ ഭരണം തുടക്കം കുറിച്ചു. പിൽക്കാലത്ത് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്തു. മുഗൾ സാമ്രാജ്യം വിസ്തൃതമാകുന്നതിൽ അക്ബർ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വലിയൊരു സൈന്യത്തെ തന്നെ രൂപീകരിച്ചു. ഇതിനു വേണ്ടി വ്യത്യസ്തമായ ഒരു രീതി തന്നെ അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. മൻസബ്ദാരി സമ്പ്രദായം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ സമ്പ്രദായത്തിൽ ഓരോ ഉദ്യോഗസ്ഥനും തങ്ങളുടെ കീഴിൽ ഒരു നിശ്ചിത എണ്ണം സൈനികരെ നിലനിർത്താൻ ബാധ്യസ്ഥനായിരുന്നു. ഓരോ സ്കൂളിലെ ഓരോ ഡിവിഷനാക്കി തിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 6th സ്റ്റാൻഡേർഡിലെ എല്ലാ കുട്ടികളും 6th A, 6th B, 6th C അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഓരോ ഡിവിഷൻസ്. ഈ ഡിവിഷൻസിലെ എല്ലാ കുട്ടികളും ഒറ്റ ഒരു ക്ലാസ്സിലാണ് എന്നുണ്ടെങ്കിൽ ഒരു അധ്യാപകന് ഏത് രൂപത്തിലാണ് നമുക്ക് അവരെ പരിഗണിക്കാൻ കഴിയുക, അതല്ലെങ്കിൽ അവർക്ക് ക്ലാസ് എടുക്കാൻ കഴിയുക എന്നുള്ളത് നമുക്കറിയാം അല്ലേ. അതുകൊണ്ട് തന്നെ ആ പ്രയാസം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഡിവിഷനാക്കി തിരിച്ചുകൊണ്ട് ഓരോ ഡിവിഷന് അതാത് അധ്യാപകരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിളാണ്. അതുപോലെയാണ് ഈ ഒരു സംഭവം. കുറച്ച് സൈനികരെ നോക്കാനും അവർക്ക് വേണ്ട കോച്ചിങ്ങും അവർക്ക് വേണ്ട ട്രെയിനിങ്ങും കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ലീഡറെ അവർക്ക് നിയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സമ്പ്രദായമായിരുന്നു മൻസബ്ദാരി സമ്പ്രദായം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് രാജാമാൻ സിംഗ്, രാജതോഡന്മാർ, ബീർബൽ, രാജാ ജയ് സിംഗ് തുടങ്ങിയവർ മുഗൾ ഭരണത്തിൽ പ്രധാന പദവികൾ വഹിച്ച രാജപുത്രരായിരുന്നു. The Mughal rule established by Babur was later extended. Akbar played an important role in the expansion of the Mughal Empire. He formed a huge army. To maintain it, he adopted a special system known as Mansabdari. Under this system, every officer was labeled to maintain a specific number of soldiers. Rajaman Singh, Rajatodar, Birbal, Rajaraj Singh, etc. were the prominent Rajputs who held important office during the Mughal period. നമുക്ക് ഈ ഒരു പാരഗ്രാഫിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒന്ന് എഴുതിയെടുക്കാം, പഠിച്ചെടുക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മൻസബ്ദാരി സമ്പ്രദായം എന്നാൽ എന്ത്? ആരാണ് ഈ സമ്പ്രദായം കൊണ്ടുവന്നത്? ഉത്തരം, മൻസബ്ദാരി സമ്പ്രദായത്തിൽ ഓരോ ഉദ്യോഗസ്ഥനും തങ്ങളുടെ കീഴിൽ ഒരു നിശ്ചിത എണ്ണം സൈനികരെ നിലനിർത്താൻ ബാധ്യസ്ഥനായിരുന്നു. ഇങ്ങനത്തെ ഒരു സമ്പ്രദായം കൊണ്ടുവന്നതിനെയാണ് മൻസബ്ദാരി എന്ന് പറയപ്പെടുന്നത്. ഈ സമ്പ്രദായം കൊണ്ടുവന്നത് അക്ബർ ആയിരുന്നു. വാട്ട് ഈസ് ദി മൻസബ്ദാരി സിസ്റ്റം? ഹു ഇൻട്രൊഡ്യൂസ്ഡ് ദിസ് സിസ്റ്റം? ആൻസർ ഈസ്, ഹി ഫോമഡ് എ ഹ്യൂജ് ആർമി.
To maintain it, he adopted a special system known as Mansabdari. This system introduced by Akbar. Next question. മുഗൾ ഭരണത്തിൽ പ്രധാന പദവികൾ വഹിച്ച രാജപുത്രർ ആരൊക്കെയാണ്? രാജമാൻ സിംഗ്, രാജതോഡർമാൾ, ബീർബൽ, രാജാ ജയ്സിംഗ് തുടങ്ങിയവർ മുഗൾ ഭരണത്തിൽ പ്രധാന പദവികൾ വഹിച്ച രാജപുത്രരായിരുന്നു. Who were the Rajputs who held important position in the Mughal rule? Answer is Raja Man Singh, Raja Todarmal, Birbal, Raja Jai Singh, etc. were the prominent Rajputs who held important office during the Mughal period. അടുത്തതായിട്ട് നമുക്ക് ഒരു ആക്ടിവിറ്റി ചെയ്യാനാണ് തന്നിരിക്കുന്നത്. അക്ബറുടെ അധീനതയിൽ ഉൾപ്പെട്ട പ്രദേശങ്ങൾ മാപ്പ് ഒബ്സർവ് ചെയ്ത് അതിൽ നിന്ന് എടുത്തെഴുതാനാണ് ആക്ടിവിറ്റി തന്നിരിക്കുന്നത്. അക്ബറുടെ അധീനത്തിൽ ഉൾപ്പെട്ട പ്രദേശങ്ങൾ ഖാൻഡേഷ്, ഗുജറാത്ത്, മാൾവ, ബംഗാൾ, ബീഹാർ, ഡൽഹി, മുൾത്താൻ, കാബൂൾ, കാശ്മീർ അല്ലേ. അതുപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയവും ശ്രദ്ധിക്കുക. ഒബ്സർവ് ദി മാപ്പ് 1.5 ആൻഡ് കംപ്ലീറ്റ് ദി ഡയഗ്രാം. ദി റീജിയൻ അണ്ടർ ദി മുഗൾ എംപയർ: ഖാൻഡേഷ്, ഗുജറാത്ത്, മാൾവ, ബംഗാൾ, ബീഹാർ, ഡൽഹി, മുൾത്താൻ, കാശ്മീർ, കാബൂൾ. അക്ബർ നാമയും ഐൻ ഇ അക്ബരിയും. അക്ബറുടെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന അബുൾ ഫസൽ എഴുതിയ ചരിത്ര കൃതിയാണ് അക്ബർ നാമ എന്ന് പറയപ്പെടുന്നത്. ഈ പുസ്തകത്തിന് 3 ഭാഗങ്ങളുണ്ട്. ആദ്യ ഭാഗം അക്ബറുടെ മുൻഗാമികളെയും, രണ്ടാം ഭാഗം അക്ബറുടെ ഭരണകാലത്തെയും, മൂന്നാം ഭാഗം അക്ബറുടെ ഭരണ സംവിധാനത്തെയും പ്രതിപാദിക്കുന്നു. മൂന്നാമത്തെ ഭാഗം ഐൻ ഇ അക്ബരി എന്നും അറിയപ്പെടുന്നു. അക്ബർനാമ ആൻഡ് ഐൻ ഇ അക്ബരി. Akbarnama is a work on history written by Abul Fazl, a courtier of Akbar. The work is in 3 volumes. The first volume deals with Akbar's ancestors, the second with the events during Akbar's reign, and the third with Akbar's administration. The third volume is also known as ഐൻ ഇ അക്ബരി. ഔറംഗസേബിൻ്റെ ഭരണമാണ് അവസാനമായിട്ട് നമുക്ക് പറയാനുള്ളത്. ഔറംഗസേബിൻ്റെ ഭരണത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. മുഗൾ സാമ്രാജ്യം ഏറ്റവും വിസ്തൃതി പ്രാപിച്ചത് ഔറംഗസേബിൻ്റെ കാലത്തായിരുന്നു. നമുക്ക് ഭൂപടം ഒബ്സർവ് ചെയ്യുന്ന സമയം 1.6 നിരീക്ഷിക്കുന്ന സമയം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 50 വർഷക്കാലം അദ്ദേഹം ഭരണം നടത്തിയിട്ടുണ്ട്. ഔറംഗസേബിന് ശേഷം മുഗൾ സാമ്രാജ്യം ദുർബലമാവുകയാണ് ചെയ്തിട്ടുള്ളത്. എങ്കിലും 1857 വരെ ആ രാജവംശം നിലനിൽക്കുകയും ചെയ്തു എന്നതാണ്. ദി മുഗൾ എംപയർ എക്സ്പാൻഡഡ് ദി മോസ്റ്റ് ഡ്യൂറിംഗ് ദി റെയിൻ ഓഫ് ഔറംഗസേബ്. ഒബ്സർവ് മാപ്പ് 1.6. ഹി റൂൾഡ് ഫോർ 50 years. Though the empire began to decline after Aurangzeb, it lasted until 1857. പ്ലീസ് ഒബ്സർവ് മാപ്പ് 1.6. ഔറംഗസേബിൻ്റെ കാലഘട്ടത്തിലെ ഭരണപ്രദേശങ്ങൾ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യുക. അങ്ങനെ മുഗൾ ഭരണം അവിടെ ദുർബലമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അടുത്തായിട്ട് നമ്മൾ ഇന്ത്യയുടെ ദക്ഷിണേന്ത്യയിലെയും പശ്ചിമേന്ത്യയിലെയും അധികാര കേന്ദ്രങ്ങളെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഭാഗമുണ്ട്. അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താ ഈ ദക്ഷിണേന്ത്യ, എന്താ പശ്ചിമേന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 4th ഡയറക്ഷൻ ആൻഡ് അഡീഷണൽ ഡയറക്ഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അതിൻ്റെ സൗത്ത് പാർട്ടിനെ നമ്മൾ ദക്ഷിണേന്ത്യ, അതായത് തെക്ക് ഭാഗത്തിനെ നമ്മൾ ദക്ഷിണം എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്, ദക്ഷിണേന്ത്യ. വേണമെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ 4th ഡയറക്ഷനെ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ലിങ്ക് തരുന്നുണ്ട്, അത് നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇന്ത്യയുടെ തെക്ക് ഭാഗത്തിനെ ദക്ഷിണേന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ പശ്ചിമ ഭാഗത്തിനെ പശ്ചിമേന്ത്യ എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത്. പശ്ചിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടിഞ്ഞാറിൻ്റെ മറ്റൊരു പേരാണ് പശ്ചിമം എന്ന് പറയുന്നത്. ഓപ്പോസിറ്റ് ദിശയിലുള്ളത് കിഴക്കാണ്. കിഴക്കിനെ വേറെ പേരിൽ അറിയപ്പെടുന്നുണ്ട്, പൂർവ്വഘട്ടം എന്നും അറിയപ്പെടാറുണ്ട്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. ഇന്ത്യയുടെ ദക്ഷിണ ഭാഗവും ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗമായ പശ്ചിമ ഇന്ത്യയും. ഓക്കെ, അതേസമയം ഇംഗ്ലീഷ് മീഡിയം വെസ്റ്റ് പാർട്ടിനെ വെസ്റ്റേൺ ഘാട്ട് എന്നും ഈസ്റ്റ് പാർട്ടിനെ ഈസ്റ്റേൺ ഘാട്ട് എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ആ ഭാഗത്തുള്ള അധികാര കേന്ദ്രങ്ങളെയാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, മധ്യകാല ഇന്ത്യയിലെ ഒരു അധികാര കേന്ദ്രം എന്ന നിലയിലുള്ള ഡൽഹിയുടെ വളർച്ചയാണ് നാം ഇതുവരെ ചർച്ച ചെയ്തത്. ദക്ഷിണേന്ത്യയിലും പശ്ചിമേന്ത്യയിലും നിലനിന്നിരുന്ന മറ്റ് പ്രധാന രാജ്യങ്ങളുടെ പേരുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ടേബിൾ ഒബ്സർവ് ചെയ്യുക.
രാജ്യം, പ്രദേശം. ചോള രാജ്യം, വിജയനഗരം, ബാഹ്മിനി, മറാത്ത എന്നീ രാജ്യങ്ങളും അതുപോലെ പ്രദേശം ദക്ഷിണേന്ത്യ, പശ്ചിമേന്ത്യ ഇതുമാണ് അവിടെ നൽകിയിരിക്കുന്നത്. ചോള രാജ്യവും ചോള ഭരണകൂടവും വിജയ ഭരണകൂടവും ബാഹ്മിനി ഭരണകൂടവും ഉണ്ടായിരുന്നത് ദക്ഷിണേന്ത്യയിലായിരുന്നു. മറാത്ത ഭരണകൂടം ഉണ്ടായിരുന്നത് പശ്ചിമേന്ത്യയിലുമായിരുന്നു എന്ന് മനസ്സിലാക്കി വെക്കുക. സെൻറ്റേഴ്സ് ഓഫ് പവർ ഇൻ സദേൺ ആൻഡ് വെസ്റ്റേൺ ഇന്ത്യ. We have discussed the growth of Delhi as a seat of power in medieval India. The other important kingdom that prevailed in southern and western India during the medieval are given below. This table observe now. First column is kingdom and second column region. First kingdom Chola, second Vijayanagara, third Bahmani, fourth one Maratha. Then region southern India and western India. ഇതിൽ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ചോള, വിജയനഗര, ബാഹ്മിനി ഈ ഭരണകൂടങ്ങൾ നടത്തിയിരിക്കുന്നത് ദക്ഷിണേന്ത്യയിലാണ് എന്ന് ഓർത്തു വെക്കുക. അധികാരം നടത്തിയത് ദക്ഷിണേന്ത്യയിലാണ്. എന്നാൽ മറാത്ത അധികാരം നടത്തിയത് പശ്ചിമേന്ത്യയിലാണ് എന്നും കൂടെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഫസ്റ്റായി ചോള രാജ്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ചോള രാജ്യത്തിൻ്റെ മാപ്പ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. CE 9-ാം നൂറ്റാണ്ടോടെയാണ് ചോള രാജവംശം പ്രബലമായത്. രാജരാജ ചോളനും രാജേന്ദ്ര ചോളനുമായിരുന്നു പ്രധാന ചോള ഭരണാധികാരികൾ. 2 പേരുണ്ട്, ഓർത്തിരിക്കുക. രാജരാജ ചോളനും രാജേന്ദ്ര ചോളനുമായിരുന്നു പ്രധാന ഭരണാധികാരികൾ. ശക്തമായ നാവികസേന ചോളന്മാർക്ക് ഉണ്ടായിരുന്നു. നാവികസേന എന്ന് പറയുമ്പോൾ മനസ്സിലാക്കാം സമുദ്രം വഴിയുള്ള സേനകളും അതുപോലെ തന്നെ കരസേന എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ, ലാൻഡ് ഏരിയയിലൂടെയുള്ള സേനയും, ആർമീസ്. ഇവരുടെ സ്വാധീനം ഇന്ത്യക്ക് പുറമെ മലേഷ്യ, ഇന്തോനേഷ്യ ദ്വീപുകളിൽ എന്നിവിടങ്ങളിലേക്ക് വ്യാപിച്ചിട്ടുണ്ട്. ചോള കിങ്ഡം. ദി ചോള ഡൈനാസ്റ്റി ബിക്കെയിം പവർഫുൾ ബൈ CE 9th century. രാജരാജ ചോള ആൻഡ് രാജേന്ദ്ര ചോള were the prominent Chola rulers. 2 rulers. The Cholas had a powerful navy. The influence of the Cholas was extended even to countries like Malaysia and the Indonesia islands. ഇവിടെ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഒരു ആക്ടിവിറ്റി നൽകിയിട്ടുണ്ട്. ഭൂപടം 1.7 നിരീക്ഷിച്ച് ഇന്ത്യക്ക് പുറത്ത് ചോളന്മാരുടെ സ്വാധീനം വ്യാപിച്ച രാജ്യങ്ങൾ കണ്ടെത്തുക അല്ലേ. അതിൽ നമുക്ക് കണ്ടെത്തി നോക്കുന്ന സമയം ഇന്ത്യ, ശ്രീലങ്ക, മലേഷ്യ, ഇന്തോനേഷ്യൻ ദ്വീപുകൾ എന്നീ ഉത്തരങ്ങളാണ് മാപ്പ് ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇംഗ്ലീഷ് മീഡിയം. ഒബ്സർവ് ദി മാപ്പ് 1.7 ആൻഡ് ലൊക്കേറ്റഡ് ദി നേഷൻ ഔട്ട്സൈഡ് ഇന്ത്യ ദാറ്റ് വേർ അണ്ടർ ദി ഡോമിനി ഓഫ് ദി ചോള റൂൾ. ആൻസർ ഈസ് ഇന്ത്യ, ശ്രീലങ്ക, മലേഷ്യ ആൻഡ് ഇന്തോനേഷ്യ ഐലാൻഡ്. ഓക്കെ, അടുത്തതായിട്ട് വിജയനഗരത്തെക്കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. വിജയനഗരം. ഈ രാജാവിൻ്റെ ഭരണത്തിന് കീഴിൽ കോഴിക്കോടിനെ പോലെയുള്ള 300 തുറമുഖങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് കീഴിലുള്ള പ്രദേശങ്ങളിൽ യാത്ര ചെയ്യണമെങ്കിൽ കുറഞ്ഞത് 3 മാസത്തെ സമയമെങ്കിലും വേണം. രാജ്യത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഫലഭൂഷ്ടവും പതിവായി കൃഷി ഇറക്കുന്നതുമാണ്. സൈന്യമാണെങ്കിലോ സൈന്യത്തിൻ്റെ അംഗബലം 11 ലക്ഷം വരും. അബ്ദുൾ റസാഖ്. വിജയനഗര രാജ്യത്തെക്കുറിച്ച് പേർഷ്യൻ സഞ്ചാരിയായിരുന്ന അബ്ദുൾ റസാഖിൻ്റെ വിവരണത്തിലെ ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. ഇതിൽ നിന്നും നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് കണ്ടെത്താൻ കഴിയുന്നത്? ചെറിയൊരു ഭാഗമാണെങ്കിലും ഒത്തിരി കാര്യങ്ങൾ നമുക്കിതിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. ആദ്യമായിട്ട് വിജയനഗര രാജ്യത്തിൽ ധാരാളം തുറമുഖങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് മനസ്സിലാക്കി. രണ്ടാമതായിട്ട് ഭരണത്തിന് കീഴിൽ കുറേ ഭരണ പ്രദേശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മൂന്നാമതായിട്ട് മണ്ണ് ഫലഭൂഷ്ടത ഉള്ളതിനാൽ കൃഷിക്ക് പ്രാധാന്യം നൽകിയിരുന്നു. അവസാനം സൈന്യത്തിന് നല്ല അംഗബലവും ഉണ്ടായിരുന്നു എന്നതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. വിജയനഗര കിങ്ഡം. This prince has in his dominions 300 ports.
each of which is equal to Calicut and on terra firma. His territories comprise a of space of 3 months' journey. The country is for the most part well cultivated, very fertile. The troops amount in numbers to 11 lakhs. Abdur Razzaq. This is an extract from the description of the Persian traveler Abdur Razzaq. What information can you obtain from it? First one, there were many ports in Vijayanagara. Second one, there have been a number of administrative areas under the administration. Third one, agriculture was given importance as the soil was fertile. Last one, the army had good manpower. അടുത്തായിട്ട് വിജയനഗരത്തിൻ്റെ ഭാഗത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ആണ്. CE 14 നൂറ്റാണ്ടിൽ നിലവിൽ വന്ന വിജയനഗര രാജ്യത്തിൻ്റെ സ്ഥാപകർ ഹരിഹരൻ, ബുക്കൻ എന്നിവരായിരുന്നു. കൃഷ്ണദേവരായ ആയിരുന്നു വിജയനഗര രാജ്യത്തിലെ പ്രധാന ഭരണാധികാരി. The Vijayanagara kingdom was established by Harihara and Bukkan in CE 14th century. കൃഷ്ണദേവരായ വാസ് ദി മേജർ റൂളർ ഓഫ് വിജയനഗര. ഈ ഒരു ഭാഗത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കുറച്ച് രണ്ട് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ, വിജയനഗരത്തിൻ്റെ സ്ഥാപകർ ആരൊക്കെ? അതുപോലെ വിജയനഗരത്തിലെ ഭരണാധികാരി ആരായിരുന്നു? CE 14 നൂറ്റാണ്ടിൽ നിലവിൽ വന്ന വിജയനഗര രാജ്യത്തിൻ്റെ സ്ഥാപകർ ഹരിഹരൻ, ബുക്കൻ എന്നിവരായിരുന്നു. രണ്ട് സ്ഥാപകരാണ് ഓർത്തിരിക്കേണ്ടത്. വിജയനഗരത്തിലെ ഭരണാധികാരി ആരായിരുന്നു? കൃഷ്ണദേവരായ ആയിരുന്നു വിജയനഗര രാജ്യത്തിൻ്റെ പ്രധാന ഭരണാധികാരി. Who are the founder of Vijayanagara? And second question, who was the ruler of Vijayanagara? Answer is the founders of Vijayanagara, 2 members, Harihara and Bukka. Next, the ruler of Vijayanagara, കൃഷ്ണദേവരായ. അടുത്ത ഭരണകൂടമായിരുന്നു ബാഹ്മിനി രാജ്യം. അലാവുദ്ദീൻ ഹസൻ ബാംഷാ ആയിരുന്നു ബാഹ്മിനി രാജ്യത്തിൻ്റെ സ്ഥാപകൻ. കൃഷ്ണ, തുംഗഭദ്ര എന്നീ നദികൾക്കിടയിലുള്ള ഒരു പ്രദേശമായിരുന്നു റൈച്ചൂർ പ്രദേശം. റൈച്ചൂർ പ്രദേശം നല്ല ഫലഭൂഷ്ടമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള നല്ല രീതിയിലുള്ള മണ്ണിൻ്റെ ശേഖരം അവിടെ ഉണ്ടായിരുന്നു. ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ ഒരു പ്രദേശത്തിനെ ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ പ്രദേശത്ത് ആധിപത്യം നേടാൻ വിജയനഗര ഭരണാധികാരികളും അതുപോലെ തന്നെ ബാഹ്മിനി രാജാക്കന്മാരും നിരന്തരമായിട്ട് യുദ്ധങ്ങൾ നടത്തിയിരുന്നു. Bahmani kingdom. Alauddin Hassan Bahmshah was the founder of the Bahmani kingdom. The Raichur region located between the Tungabhadra and the Krishna river was fertile. It was known as the rice bowl of South India. The ruler of Bahmani and Vijayanagara frequently engaged in wars to gain control over the Raichur region. ബാഹ്മിനി രാജ്യത്തിൻ്റെ സ്ഥാപകൻ ആരായിരുന്നു? അലാവുദ്ദീൻ ഹസൻ ബാംഷാ ആയിരുന്നു ബാഹ്മിനി രാജ്യത്തിൻ്റെ സ്ഥാപകൻ. ഓക്കെ, അടുത്തത്, who was the founder of the Bahmani kingdom? Alauddin Hassan Bahmshah was the founder of the Bahmani kingdom. ഏതെല്ലാം നദികൾക്കിടയിലാണ് റൈച്ചൂർ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്? ഇത് ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? കൃഷ്ണ, തുംഗഭദ്ര എന്നീ നദികൾക്കിടയിൽ കിടക്കുന്ന ഒരു പ്രദേശമായിരുന്നു റൈച്ചൂർ പ്രദേശം. ഇത് ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. The Raichur region is situated between which river? And question also, by what name is it now? Answer is the Raichur region located between the Tungabhadra and the Krishna rivers was fertile. It was known as the rice bowl of South India. അതുപോലെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ കാണാം. റൈച്ചൂർ പ്രദേശങ്ങൾക്ക് വേണ്ടി യുദ്ധം നടത്താൻ വിജയനഗര ബഹ്മാനി രാജാക്കന്മാരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു? അല്ലേ? വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ദാറ്റ് മോട്ടിവേറ്റഡ് ദി വിജയനഗര ആൻഡ് ബഹ്മാനി റൂളേഴ്സ് ടു എൻഗേജ് ഇൻ ബാറ്റൽസ് ഫോർ ദി റൈച്ചൂർ റീജിയൻ? ആൻസർ നോക്കാം.
ഒന്നാമത്തെ പോയിന്റ്, റൈച്ചൂർ പ്രദേശം നല്ല ഫലഭൂഷ്ടമായ പ്രദേശമായതുകൊണ്ട് അവിടെ കൃഷി നടത്താനും കൃഷിയിലൂടെ അവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള നേട്ടം കൈവരിക്കാനും അവർക്ക് സാധിക്കും. അതായിരുന്നു ഒന്നാമത്തെ ലക്ഷ്യമുണ്ടായിരുന്നത്. ബിക്കോസ് ദി റൈച്ചൂർ ഏരിയ ഈസ് എ ഗുഡ് ഫെർട്ടൈൽ ഏരിയ. ആൻഡ് സെക്കൻഡ് പോയിന്റ്, രണ്ട് നദികളുടെ ഇടയിൽ ആവുമ്പോൾ ജലസേചന സൗകര്യം ഉള്ളത് വളരെ സഹായകമായി. കൃഷിക്ക് വേണ്ട ജലസേചനം നടത്താനും മറ്റ് ഗാർഹിക ആവശ്യങ്ങൾക്കും അതുപോലെ മറ്റുള്ള ജലത്തിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ വളരെ സൗകര്യമായിരുന്നു ഈ പ്രദേശം. അതുകൊണ്ട് തന്നെയാണ് റൈച്ചൂർ പ്രദേശങ്ങൾക്ക് വേണ്ടി യുദ്ധം നടത്താൻ വിജയനഗര ബഹ്മാനി രാജാക്കന്മാരെ പ്രേരിപ്പിച്ചത്. ബിക്കോസ് ദർ ഈസ് ആൻ ഇറിഗേഷൻ ഫെസിലിറ്റീസ് ബിറ്റ്വീൻ ദി ടു റിവേഴ്സ്. അവസാനമായി പറയാനുള്ള മറാത്ത രാജ്യത്തെക്കുറിച്ചാണ്. CE 17-ാം നൂറ്റാണ്ടിലാണ് മറാത്തകൾ പ്രബല ശക്തിയായി മാറിയത്. ഭൂമിശാസ്ത്ര സവിശേഷതകൾ മറാത്തകളുടെ വളർച്ചയെ ഏറെ സ്വാധീനിച്ചു. വിന്ധ്യ, സത്പുര പർവ്വതങ്ങളും നർമ്മദ, താപ്തി നദികളും മറാത്ത പ്രദേശത്തെ സമീപ പ്രദേശങ്ങളിൽ നിന്നും വേർതിരിച്ചു. ഇത് മറാത്ത പ്രദേശത്തിന് പ്രകൃതിദത്തമായ സംരക്ഷണവും നൽകി. മറാത്തി ഭാഷയും സാഹിത്യവും ജനങ്ങളിൽ ഐക്യബോധം വളർത്തുകയും ചെയ്തു. It was in CE 17th century that the Marathas became a prominent power. The geographical features of the region helped the growth of the Marathas. The Vindhya, Satpura mountain ranges and the Narmada Tapti rivers separate the Maratha region from the nearby regions. Thus, geographical features offered nature protection to it. The Marathi language and literature instilled a sense of unity among the Marathas. എന്തൊക്കെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളാണ് മറാത്തയെ വേർതിരിച്ചത്? വിന്ധ്യ, സത്പുര പർവ്വതങ്ങളും നർമ്മദ, താപ്തി നദികളും മറാത്ത പ്രദേശത്തെ സമീപ പ്രദേശങ്ങളിൽ നിന്നും വേർതിരിച്ചിട്ടുണ്ട്. What are the geographical features that set Maratha apart? The Vindhya, Satpura mountain range and the Narmada Tapti rivers separated the Maratha region from the nearby region. മറാത്ത രാജ്യത്തിലെ പ്രധാന ഭരണാധികാരി ശിവജി ആയിരുന്നു. ഛത്രപതി എന്ന സ്ഥാനപ്പേര് അദ്ദേഹം സ്വീകരിച്ചു. ശക്തമായ നാവികസേനയും കരസേനയും മറാത്ത രാജ്യത്തിൻ്റെ പ്രത്യേകതയുമായിരുന്നു. പ്രബലമായ രാഷ്ട്രീയ ശക്തിയായി മാറാൻ ഇത് വളരെയധികം അവരെ സഹായിച്ചു. മറാത്ത രാജ്യത്തിൻ്റെ ആസ്ഥാനം പൂനെയും ആയിരുന്നു. ഓക്കെ, ശിവജി വാസ് ദി മേജർ റൂളർ ഓഫ് ദി മറാത്ത കിങ്ഡം. ഹി അഡോപ്റ്റഡ് ദി ടൈറ്റിൽ ഛത്രപതി. ദി മറാത്ത ഹാഡ് സ്ട്രോങ് ആർമി ആൻഡ് നേവി. ഇറ്റ് ഹെൽപ്ഡ് ദം ടു ബി എ മേജർ പൊളിറ്റിക്കൽ പവർ. പൂനെ വാസ് ദി ക്യാപിറ്റൽ ഓഫ് ദി മറാത്ത കിങ്ഡം. ഇവിടുത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം. മറാത്ത സാമ്രാജ്യത്തിൻ്റെ പ്രധാന ഭരണാധികാരി ആരായിരുന്നു? അദ്ദേഹത്തെ ഏത് സ്ഥാനപ്പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? മറാത്ത രാജ്യത്തിൻ്റെ ആസ്ഥാനം എവിടെയായിരുന്നു? മറാത്ത രാജ്യത്തിലെ പ്രധാന ഭരണാധികാരി ശിവജി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്ഥാനപ്പേര് ഛത്രപതിയായിരുന്നു. മറാത്ത രാജ്യത്തിൻ്റെ ആസ്ഥാനം പൂന. ഓക്കെ, ഹു വാസ് ദി ചീഫ് റൂൾ ഓഫ് ദി മറാത്ത എംപയർ? First question. Second question, by what title was he known? Third one, where was the headquarters of the Maratha kingdom? Answer is Shivaji was the major ruler of the Maratha kingdom. He adopted the title Chhatrapati. Pune was the capital of the Maratha kingdom. ടെക്സ്റ്റ് ബുക്കിൽ മറാത്ത സാമ്രാജ്യത്തെക്കുറിച്ച് പറയുന്ന ആ ഒരു ഭാഗത്തിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. മറാത്തകളുടെ വളർച്ചയെ സഹായിച്ച ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു? വാട്ട് വർ ദി ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്പ് ദി ഗ്രോത്ത് ഓഫ് ദി മറാത്താസ്? നോക്കാം. ഫസ്റ്റ് പോയിൻ്റ്, ഭൂമിശാസ്ത്രപരമായി സവിശേഷതകൾ ഉണ്ടായിരുന്നു. അതുപോലെ പർവ്വതങ്ങളും നദികളും ഉള്ളതുകൊണ്ട് മറാത്ത പ്രദേശത്തിന് പ്രകൃതിദത്തമായ ഒരു സംരക്ഷണം ഉണ്ടായിരുന്നു. മറാത്തി ഭാഷയും സാഹിത്യവും ഉൾക്കൊണ്ടതുകൊണ്ട് ജനങ്ങളിൽ ഐക്യബോധം വളർത്തുകയും ചെയ്തു. ശക്തമായ നാവികസേനയും കരസേനയും അവർക്കുണ്ടായിരുന്നു. There were geographical features. First point. Second point, due to the
Presence of mountain and rivers, Maratha had nature protection. Third one, Marathi language and literature fostered unity among the people. Third one, there was a strong navy and army. അവസാനമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ആക്ടിവിറ്റി ഉണ്ട്. അതായത് കോളം എ ടു കോളം ബി മാച്ച് ദ ഫോളോയിങ് എന്നുള്ള ക്വസ്റ്റ്യനാണ്. ടേബിൾ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്തു നോക്കുക. അതിൽ വരുന്ന തെറ്റുകൾ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ആക്ടിവിറ്റി ചെയ്തിരിക്കുന്ന ആൻസർ നോക്കിയിട്ട് ശരിയാക്കുക. ഓക്കെ, ആൻസർ നോക്കാം. എ കോളവും ബി കോളവുമായിട്ട് അനുയോജ്യമായിട്ടുള്ള ഉത്തരമെടുത്ത് യോജിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇൽതുഷ്മിഷ്, പാനിപ്പത്ത് യുദ്ധം, കൃഷ്ണദേവരായൻ, മൻസാബ്ദാരി സമ്പ്രദായം, മുഹമ്മദ് ബിൻ തുഗ്ലക്, ജിദൽ നാണയം, ബാബർ, വിജയനഗര, അക്ബർ, തലസ്ഥാനമാറ്റം. ആ രീതിയിലാണ് ഈ ടേബിൾ നൽകിയിരിക്കുന്നത്. ഇത് നമുക്ക് എങ്ങനെ ശരിയാക്കി എഴുതാമെന്ന് നോക്കാം. ഇൽതുഷ്മിഷ് ജിദൽ നാണയം കൊണ്ടുവന്നത് ഇൽതുഷ്മിഷ് ആയിരുന്നു. കൃഷ്ണദേവരായ വിജയനഗരത്തിൻ്റെ ഭരണാധികാരി കൃഷ്ണദേവരായിരുന്നു. മുഹമ്മദ് ബിൻ തുഗ്ലക് തലസ്ഥാനം മാറ്റാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നു. ബാബർ ബാബറാണ് പാനിപ്പത്ത് യുദ്ധത്തിൽ പങ്കെടുത്തത്. അക്ബറാണ് മൻസാബ്ദാരി സമ്പ്രദായം കൊണ്ടുവന്നത്. ഈ രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കി വെക്കുക. ഇംഗ്ലീഷ് മീഡിയം. ഇൽതുഷ്മിഷ് ജിദാൽ കോയിൻ, കൃഷ്ണദേവരാജ്, വിജയനഗര, മുഹമ്മദ് ബിൻ തുഗ്ലക്, ഷിഫ്റ്റിംഗ് ഓഫ് ക്യാപിറ്റൽ, ബാബർ, ദി ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്, ആൻഡ് ലാസ്റ്റ് വൺ അക്ബർ, മൻസാബ്ദാരി സിസ്റ്റം. അവസാനമായിട്ട് മധ്യകാല ഇന്ത്യ എന്ന് പറയപ്പെടുന്ന ഈ ഒരു ചാപ്റ്റർ ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. ഇതിനെ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്ന സമയം നമുക്ക് ഒരു ഫ്ലോ ചാർട്ടാണ് കാണാൻ കഴിയുന്നത്. തൊമര രാജവംശം ഡൽഹി ഭരിച്ചു. അതുപോലെ ചൗഹാൻ രാജവംശവും ഡൽഹി ഭരിച്ചു. സൽത്തനത്ത് ഭരണം ഡൽഹി ഭരിച്ചു. മുഗൾ രാജവംശം ഡൽഹി ഭരിച്ചു. അപ്പോൾ ഫസ്റ്റത്തെ ഫ്ലോ ചാർട്ട് ഡൽഹി ഭരിച്ച പ്രധാനപ്പെട്ട രാജവംശത്തിൻ്റെ പേരുകളാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ സെക്കൻഡ് നോക്കാം. ചോളന്മാർ ദക്ഷിണേന്ത്യ ഭരിച്ചു. വിജയനഗരം ദക്ഷിണേന്ത്യ, ബഹ്മാനി ദക്ഷിണേന്ത്യ. പശ്ചിമേന്ത്യ ഭരിച്ചത് മറാഠകളായിരുന്നു. ഈ രൂപത്തിൽ നമുക്ക് ഈ ചാപ്റ്ററിനെ കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഒബ്സർവ് ദിസ് ഫ്ലോ ചാർട്ട്. മെഡീവൽ ഇന്ത്യ, തൊമർ ഡൈനാസ്റ്റി ഡൽഹി, ചൗഹാൻ ഡൈനാസ്റ്റി ഡൽഹി, സുൽത്താൻസ് റൂൾ ഡൽഹി, മുഗൾ ഡൈനാസ്റ്റി ഡൽഹി. ആൻഡ് സെക്കൻഡ് ഫ്ലോ ചാർട്ട്, ചോള സൗത്ത് ഇന്ത്യ, വിജയനഗര സൗത്ത് ഇന്ത്യ, ബഹ്മനി സൗത്ത് ഇന്ത്യ, ലാസ്റ്റ് വൺ മറാത്ത വെസ്റ്റേൺ ഇന്ത്യ. ഇതോടെ 6th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്ററായ മധ്യകാല ഇന്ത്യ അധികാര കേന്ദ്രങ്ങൾ, മെഡീവൽ ഇന്ത്യ ദി സെൻറ്റേഴ്സ് ഓഫ് പവർ എന്ന ചാപ്റ്റർ ഇവിടെ പൂർണ്ണമാവുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.